കഴിഞ്ഞ 3 രാത്രികളും 3 പകലുകളും നമ്മുടെ രാജ്യം അസ്വസ്ഥമായിരുന്നു. നമ്മുടെ ആകാശം കലുഷമായിരുന്നു. നമ്മുടെ അതിർത്തികളിൽ ചോര വീണു. 10 മനുഷ്യരുടെ ജീവനുകൾ പൊലിഞ്ഞു. അയൽക്കാരോട് സംയമനത്തിന്റെ അങ്ങേയറ്റം, സമാധാനത്തിന്റെ അങ്ങേയറ്റം നമ്മൾ പ്രതികരിച്ചു. ഒടുവിൽ ഈ രാജ്യം കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും ഒടുവിലായി ഒരു അന്ത്യശാസനം നൽകി. ഇനി എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ആ ലോഞ്ച് പാഡിൽ നിന്ന് ഒരു ഡ്രോണെങ്കിലും ഈ വ്യോമാതിർത്തി ലംഘിച്ചാൽ അതിനെ ഒരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നും കണ്ണിൽ ചോരയിൽ അത് തിരിച്ചടിക്കുമെന്ന രീതിയിൽ പോലും ഈ രാജ്യത്തിന്റെ പ്രതികരണമുണ്ടായി. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഈ ചർച്ചകൾ ഫലം കണ്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ് വരുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഹർഷൻ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തുടർച്ചയായ ചർച്ചകളായിരുന്നു മാർക്ക് റൂബിയോയുമായി നടത്തിയിരുന്നത്. അതുമാത്രമല്ല, ഇതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ 2 തവണ ട്രംപ് ഇടപെടുന്നു എന്നുള്ളത്. 2019 ട്രംപ് ഇടപെട്ടിരുന്നു. അന്ന് ഇമ്രാൻഖാനും നരേന്ദ്രമോദിയുമായി അന്ന് സംസാരിച്ചത് ട്രംപാണ്. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വാർത്താ സമ്മേളനമായിരുന്നു. അദ്ദേഹം ഫോറിൻ സെക്രട്ടറി വന്നു. അദ്ദേഹം കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്തിട്ട് പോയി. എന്താന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു വാർത്താ സമ്മേളനം തുടരുമോ എന്നും അറിയില്ല. മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഹർഷൻ, ഒരു 6 മണിയോടുകൂടി വാർത്താ സമ്മേളനം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രെയിം കണ്ടപ്പോൾ വിചാരിച്ചത് വാർത്താ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് എന്തോ ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് മടങ്ങിപ്പോകുന്നതാണ് കണ്ടത്. അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. സേതു, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു എന്ന മട്ടിൽ വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ആ നിലയ്ക്ക് തന്നെ ആയിരിക്കും ഇനി തുടർന്ന് കാര്യങ്ങൾ പോവുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധാരണയായെന്ന് കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഹർഷൻ, വെടിനിർത്തലിന് ധാരണയായെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. റൈറ്റ്, വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം എല്ലാം നടന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടല്ലോ. ആ സേനാ ഉദ്യോഗസ്ഥരെ കൂടെ ഇരുത്തിക്കൊണ്ട് അവർ കൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്ന നിലയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എല്ലാം വാർത്താ സമ്മേളനം. ഇതിപ്പോൾ ഒരു ദിവസം തന്നെ 2 വാർത്താ സമ്മേളനം എന്തിന് എന്ന ചർച്ചയായിരുന്നു ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. വൈകിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണയായിട്ടുണ്ട്. വൈകിട്ടോടെ ആ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. ഒരുപക്ഷെ ട്രംപ് തന്നെ ഇത് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക്, ഇതിന് മധ്യസ്ഥനായി ഇടപെട്ട ട്രംപ് തന്നെ, അമേരിക്ക തന്നെ ഇത് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നതുകൊണ്ടായിരിക്കാം ഇത്രയും അതിനുവേണ്ടി ഒരു കാലതാമസം എടുത്തത്, സമയമെടുത്തത്. അതിനുശേഷം ഇപ്പോൾ ആ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. നമുക്കറിയാം മാർക്ക് റൂബിയോ ഇന്നലെ തുടർച്ചയായി രാത്രി മുഴുവൻ നീണ്ട ചർച്ചകളിലായിരുന്നു എന്ന് തന്നെയാണ് നേരത്തെ അമേരിക്കയും വിശദീകരിച്ചിരിക്കുന്നത്. ആ ചർച്ചകൾക്കൊടുവിലാണ് ഈ വെടിനിർത്തൽ ധാരണയായിരിക്കുന്നത്. ഇതിപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രാദേശികമായി അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കെങ്കിലും എത്തിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് ഇവിടേക്ക് കടന്നു കയറിയിരിക്കുന്നു, ഇന്ത്യയുടെ ആക്രമണത്തിന് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ അവർക്ക് അവിടെ വിശദീകരിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിലാണെങ്കിൽ ഇന്ത്യ അതിർത്തി ഭേദിച്ച് ഇവിടേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു, സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നു എന്ന നിലയ്ക്ക് അവർ വിശദീകരിക്കുന്നു. ഇന്ത്യക്കും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാവുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയടക്കം നോട്ടപ്പുള്ളികളാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഭീകരവാദികളെ കൊലപ്പെടുത്തി എന്ന് വ്യക്തമായിരിക്കുന്നു. അവരുടെ പേരുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. റൌഫ് മസൂറിൻ്റെ അടക്കം മരണവിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഈ ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഭീകരവാദികളെ തന്നെയാണ് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി ആക്രമിച്ച് ഇന്ത്യ കൊലപ്പെടുത്തിയത് എന്ന് ലോകത്തിന് വ്യക്തമാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിത് പല ആവർത്തി പറഞ്ഞതാണ്. 9/11 ശേഷം അമേരിക്ക എങ്ങനെയാണ് ബിൻ ലാദനെ അമേരിക്കയുടെ മണ്ണിൽ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി കൊലപ്പെടുത്തിയത്, അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്ന് ലോകത്തിന് തിരിച്ചറിയാവുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നതാണ്. ഈ കേന്ദ്രത്തിന്റെ ഈ സ്ഥിരീകരണം വന്നതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് കര, വ്യോമ, നാവിക മേഖലയിലെ എല്ലാ സൈനിക നീക്കങ്ങളും നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ DIGയും ഇന്ത്യയിലെ സൈനിക ഓപ്പറേഷൻ DIGയും തമ്മിൽ വൈകിട്ട് 3:35 ചർച്ചകൾ നടത്തി. ഇതിലാണ് വെടിനിർത്തലിന് ധാരണയായതെന്നും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഹർഷൻ, നമ്മൾ പറഞ്ഞതുപോലെ കേന്ദ്രം സ്ഥിരീകരിച്ചു ഇപ്പോൾ കര, വ്യോമ, നാവിക മേഖലയിലെ എല്ലാ സൈനിക നടപടികളും രാജ്യം അവസാനിപ്പിച്ചിരിക്കുന്നു. ആ യുദ്ധഭീതി ഒഴിഞ്ഞിരിക്കുന്നു. ഹർഷൻ.
തീർച്ചയായും അതിനുശേഷം G7 രാഷ്ട്രങ്ങളുടെ ഇടപെടലും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം. കാരണം G7 രാഷ്ട്രങ്ങൾ ഈ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ് എന്നും എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോകുന്നതാണ് ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല മേഖലയ്ക്ക് തന്നെയും ലോകത്തിന് തന്നെയും നല്ലതെന്നുമുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഡീഎസ്കലേഷൻ ഇനി ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉണ്ടാവണം എന്ന ആവശ്യമാണ് G7 രാഷ്ട്രങ്ങളും ഉന്നയിച്ചത്. അതിൽ നമുക്കറിയാമല്ലോ ഇന്ത്യക്ക് വലിയ പങ്കാളിത്തമുള്ള ഒരു സംവിധാനത്തിനുള്ളിൽ നിന്ന് തന്നെ ആ നിലയ്ക്കുള്ള ഒരു ചർച്ചയും ഉയർന്നു വരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ആഗോള സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന തരത്തിൽ ഉള്ള ചർച്ചകൾ തന്നെ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് ആ നിലയ്ക്കുള്ള ചർച്ചകളും ഒക്കെ ഒരു ഘട്ടത്തിൽ ഉയരുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം അസീം മുനീർ എന്നത് ഒരു മതഭ്രാന്തനായ നേതാവാണ് പാകിസ്ഥാനെ ഇപ്പോൾ നയിക്കുന്നത്. അവിടെ പ്രസിഡന്റുണ്ട്, അവിടെ പ്രധാനമന്ത്രിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുപ്രീം ലീഡർ അവിടുത്തെ സൈന്യത്തെ നയിക്കുന്ന സേനയെ നയിക്കുന്ന അസീം മുനീർ തന്നെയാണ്. അസീം മുനീറിന്റെ തീരുമാനങ്ങൾക്ക് ഹർഷനിലേക്ക് മടങ്ങിയിട്ട് നമുക്ക് കുറച്ച് മുൻപ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രസ് മീറ്റ് നമുക്ക് പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിലേക്കാണ് Pakistan, Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Yes. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇന്ന് വൈകിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ DIGയും ഇന്ത്യയിലെ സൈനിക ഓപ്പറേഷൻ DIGയും തമ്മിൽ വൈകിട്ട് 3:35 ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഇതിലാണ് വെടിനിർത്തലിന് ധാരണയായത്. വെടിനിർത്തൽ പാക് വ്യോമതാവളങ്ങൾ ആക്രമിച്ച 8 മണിക്കൂറിന് ശേഷം എന്നുള്ളതാണ്. ഹർഷൻ, ഇതിലെ ഏറ്റവും പ്രധാനം മെയ് 12 ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു വെടിനിർത്തൽ ഇപ്പോഴത്തെ ധാരണ അതൊരു താൽക്കാലികമാണോ, അവസാനത്തെ ഒരു ധാരണയിലേക്കൊക്കെ എത്തുക 12 നടക്കുന്ന ചർച്ചയിലായിരിക്കുമോ? ഇനി അങ്ങോട്ട് ഒരു സംഘർഷത്തിനുള്ള സാധ്യത താരതമ്യേന വളരെ കുറവാണ്. സേതു, നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പ് 2019 സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും അതിനു മുൻപ് 2008 സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും വളരെ പെട്ടെന്നുള്ള അമേരിക്കയുടെ ഒരു ഇടപെടലുണ്ടായി. അത്തരം ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇത്തവണത്തെ ഇടപെടലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പാകിസ്ഥാന് IMFന്റെ ഈ ധനസഹായം അനുവദിക്കുന്നതിൽ പോലും ഈ നിലയ്ക്കുള്ള ഒരു തീരുമാനത്തിൻ്റെ സ്വാധീനമുണ്ടാവാം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. IMFന്റെ $1 ബില്യൺ ധനസഹായം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇനി തുടർന്നങ്ങോട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ആലോചനകളിലേക്ക് കടക്കാനിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആ തീരുമാനം പോലും പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ തീരുമാനത്തെ സ്വാധീനിച്ചിരിക്കാം എന്ന കാര്യത്തിലും സംശയമില്ല.